morning, students. Today we are starting with the topic methods of stock taking. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് ചെയ്യുക, അതിന് എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുക, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് സ്റ്റോക്ക് ടേക്കിങ്ങിൽ നമ്മൾ എപ്പോഴാണ് സ്റ്റോക്ക് ടേക്കിംഗ് കണ്ടക്ട് ചെയ്യുക, എപ്പോഴാണ് നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് കണ്ടക്ട് ചെയ്യുക? നമ്മളുടെ അക്കൗണ്ടിങ് ഇയറിൻ്റെ ലാസ്റ്റ് ഡേറ്റിലാണ് നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ടേക്കിംഗ് കണ്ടക്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് വെരിഫയർ, അതായത് സ്റ്റോക്ക് വെരിഫൈ ചെയ്യാൻ പോകുന്ന ആൾ ഗോഡൗണിലേക്ക് പോവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഐറ്റത്തിൻ്റെയും നമ്പേഴ്സ് വിളിച്ചു പറയും, ഉറക്കെ വിളിച്ചു പറയും. ഓരോ ഐറ്റംസും ഓരോ ക്ലാസ്, ഏതൊക്കെ ക്ലാസ്സിൽ ഏതൊക്കെ ഐറ്റംസ് ആണെന്നുള്ളതൊക്കെ വിളിച്ചു പറയും. അപ്പം വേറൊരു ക്ലർക്ക്, അനദർ ക്ലർക്ക് എൻറ്റർ ദീസ് ഡീറ്റെയിൽസ് ഇൻ സ്റ്റോക്ക് ഷീറ്റ്. അപ്പോൾ സ്റ്റോക്ക് ഷീറ്റിൽ വേറൊരു ക്ലർക്ക് പുറത്ത് നിന്നിട്ട് ഇതൊക്കെ എൻറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റോക്ക് ഷീറ്റ് അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ആ റെസ്പോൺസിബിൾ ഓഫീസറാണ് അതിൽ ഓരോ ഐറ്റത്തിൻ്റെയും റേറ്റ് അതിൽ ഫില്ല് ചെയ്യുന്നത്. ദെൻ ഈ സ്റ്റോക്ക് ഷീറ്റ് ജനറൽ മാനേജറോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അത് സൈൻ ചെയ്യും. പ്രോപ്പർ പ്രിക്കോഷൻസ് ആർ ടു ബി ടേക്കൺ ടു മിനിമൈസ് ദ ചാൻസസ് ഓഫ് എറേഴ്സ്. അപ്പോൾ എറേഴ്സൊക്കെ മാക്സിമം ഇല്ലാതാക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. The auditor should obtain a certificate with regard to the accuracy of the stock sheet and its valuation. അപ്പോൾ ഓഡിറ്റർക്ക് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം, അതായത് സ്റ്റോക്ക് ഷീറ്റും അതിൻ്റെ വാല്യുവേഷനും റിലേറ്റ് ചെയ്തിട്ടുള്ള, അതിൻ്റെ ആക്യുറസിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഓഡിറ്റർക്ക് കിട്ടിയിരിക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. അപ്പോൾ വെരിഫിക്കേഷൻ, സ്റ്റോക്ക് ഇൻ ട്രേഡിൻ്റെ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർ പിന്നെ നോക്കാൻ പോകുന്നത് ആ സ്റ്റോക്ക് പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. The auditor should keep the concept of conservatism, consistency and matching cost with revenues. അപ്പോൾ ഓഡിറ്റർ അവിടെ കുറച്ച് കോൺസെപ്റ്റുകൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതായത് കൺസർവാറ്റിസം, കൺസിസ്റ്റൻസി, മാച്ചിങ് കോസ്റ്റ് വിത്ത് റവന്യൂസ്, ഇങ്ങനെ പറയുന്ന കുറച്ച് കോൺസെപ്റ്റുകൾ അവർ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇനി പറയുന്ന മെത്തേഡ്സ് ആണ് സാധാരണ കോസ്റ്റ് പ്രൈസ്, സ്റ്റോക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധാരണ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്. ഈ യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ലോട്ട്സ് ആൻഡ് കെപ്റ്റ് സെപ്പറേറ്റ്ലി ഇൻ സ്റ്റോർ റൂം. അപ്പോൾ യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് പല ലോട്ടുകളായിട്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, അത് സ്റ്റോർ റൂമിൽ പല ലോട്ടുകളായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും ചെയ്യുകയാണെങ്കിലാണ് ഈ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഗുഡ്സ്, സ്റ്റോക്കിലുള്ള ഈ ഗുഡ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ പർച്ചേസ് ലോട്ട്സ് വെച്ചിട്ടാണ്. അതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവോയ്സുകൾ ഉണ്ടായിരിക്കും, അതിൽ നിന്നാണ് അതിൻ്റെ കോസ്റ്റ് നമുക്ക് അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ സാധാരണ ഈ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പല ലോട്ടുകളായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയും ഇതൊക്കെ സ്റ്റോർ റൂമിൽ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഗുഡ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പർച്ചേസ് ലോട്ടിനനുസരിച്ചിട്ടും അതിൻ്റെ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻവോയ്സ് വെച്ചിട്ടുമാണ്. രണ്ടാമത്തെ മെത്തേഡാണ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ഈ മെത്തേഡിൽ ഗുഡ്സ് പല ഇൻ്റർവെൽസിൽ പർച്ചേസ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആവറേജ് കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിലുള്ള ഗുഡ്സ് നമുക്ക് ഏത് ലോട്ടിൽ പർച്ചേസ് ചെയ്തതാണെന്നുള്ളതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഈസ് വാല്യൂഡ് അറ്റ് ആവറേജ് കോസ്റ്റ്. അപ്പോൾ നമ്മളവിടെ ഗുഡ്സ് വാല്യൂ ചെയ്യുന്നത് ആവറേജ് കോസ്റ്റിലാണ്. ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ടു ദ കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അവിടെ നമ്മൾ ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്കുമായിട്ട് ആഡ് ചെയ്യും.
and dividing it by the total quantity of purchase and quantity of opening stock. എന്നിട്ട് അതിനെ നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയും വെച്ച് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് ആവറേജ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് മെത്തേഡാണ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പല ലോട്ട് ഇൻ്റർവെൽസിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് ഇതെല്ലാം കൂടെ മിക്സായി പോകുമ്പോൾ ആ സമയത്താണ് നമ്മുടെ ആവറേജ് കോസ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ ആവറേജ് കോസ്റ്റ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ ആഡിങ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് to the cost of opening stock and dividing it by the total quantity of purchase and quantity of opening stock ആണ്. നെക്സ്റ്റ് ഫിഫോ മെത്തേഡാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഈ മെത്തേഡിൽ ഗുഡ്സ് ആദ്യം പർച്ചേസ് ചെയ്യും. ആദ്യം പർച്ചേസ് ചെയ്ത ഗുഡ്സ് ആണ് ആദ്യം തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലേറ്റസ്റ്റ് പർച്ചേസ് ആണ് നമുക്ക് സ്റ്റോക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വാല്യൂ ചെയ്യുന്നത് ലേറ്റസ്റ്റ് ഇൻവോയ്സ് പ്രൈസിലാണ്. അപ്പോൾ ഫിഫോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്ന ഐറ്റംസ്, ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആദ്യം ഇഷ്യൂ ചെയ്യും. സോ ലേറ്റസ്റ്റ് പർച്ചേസ് ആണ് നമുക്ക് സ്റ്റോക്കിൽ കാണാനായിട്ട് സാധിക്കുക. അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ലേറ്റസ്റ്റ് ഇൻവോയ്സ് പ്രൈസിലാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു മെത്തേഡാണ് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് പറയുക. അതായത് ഇതിൽ പറയുന്നത് ലേറ്റസ്റ്റ് പർച്ചേസ് ആണ്, ഏറ്റവും അവസാനത്തെ പർച്ചേസ് ആണ് നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഏർലിയസ്റ്റ് പർച്ചേസ് ആണ് ഉണ്ടാവുക. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഏർലിയസ്റ്റ് ഇൻവോയ്സ് പ്രൈസിലായിരിക്കും. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബേസ് സ്റ്റോക്ക് മെത്തേഡാണ്. ഈ മെത്തേഡിൽ ഒരു മിനിമം ക്വാണ്ടിറ്റി മെറ്റീരിയൽ നമുക്കിപ്പോൾ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മിനിമം ക്വാണ്ടിറ്റി മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോറിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ബേസ് സ്റ്റോക്ക് എന്ന് പറയുക. നമ്മളുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായിട്ടുള്ള മിനിമം ക്വാണ്ടിറ്റി മെറ്റീരിയൽ നമ്മൾ സ്റ്റോർ ചെയ്യും. അതിനെ ബേസ് സ്റ്റോക്ക് എന്ന് പറയും. ഈ ബേസ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് നോർമൽ ലോങ് പീരീഡ് പ്രൈസിലായിരിക്കും. എക്സസ് ഓഫ് സ്റ്റോക്ക് മോർ ദാൻ ദ ബേസ് സ്റ്റോക്ക് ക്വാണ്ടിറ്റി മേ ബി. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബേസ് സ്റ്റോക്ക് ഉണ്ട്, അതിനേക്കാട്ടിലും കൂടുതലായിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ബേസ് സ്റ്റോക്ക് മെത്തേഡിൽ എന്താണ് ബേസ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് മിനിമം ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ സ്റ്റോറിൽ കീപ്പ് ചെയ്യും. അതിന് ബേസ് സ്റ്റോക്ക് എന്ന് പറയും. ഈ ബേസ് സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്നത് നോർമൽ ലോങ് പീരീഡ് പ്രൈസിലായിരിക്കും. ഈ ബേസ് സ്റ്റോക്കിനെക്കാട്ടിൽ അധികമായിട്ടുള്ള സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡാണ്. ഇതിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡിൽ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ടാണ് വാല്യൂ ചെയ്യുന്നത്. സെവൻത്ത് വൺ അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡാണ്. ഈ മെത്തേഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസിലാണ്. അതിൽ മാർക്കറ്റ് പ്രൈസ് ഫ്രം വിച്ച് നോർമൽ മാർജിൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ആർ ഡിഡക്റ്റഡ്. അതിൽ നിന്നും നോർമൽ മാർജിൻ ഓഫ് പ്രോഫിറ്റും എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസസും ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. റിമൈനിങ് എമൗണ്ട് ആണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. ഈ കോസ്റ്റ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് കണ്ടുപിടിച്ചതിന് ശേഷം മാർക്കറ്റ് വാല്യൂ നമ്മൾ അസർട്ടൈൻ ചെയ്യും. അതിന് സാധാരണ 2 മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും മെത്തേഡ്സ് ആണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് ഓർ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്, പിന്നെ ആവറേജ് കോസ്റ്റ് മെത്തേഡ്, പിന്നെ ലിഫോ, ഫിഫോ, ബേസ് സ്റ്റോക്ക് മെത്തേഡ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് ആൻഡ് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡിൽ മാർക്കറ്റ് പ്രൈസിലാണ് വാല്യൂ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നോർമൽ മാർജിൻ ഓഫ് പ്രോഫിറ്റും എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസും ഡിഡക്റ്റ് ചെയ്യും. റിമൈനിങ് എമൗണ്ട് ആയിരിക്കും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസ്, സ്റ്റോക്ക് ഇൻ ട്രേഡിൻ്റെ കോസ്റ്റ് പ്രൈസൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം മാർക്കറ്റ് വാല്യൂ അസർട്ടൈൻ ചെയ്യും. അതിനുള്ള മെത്തേഡ്സ് ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ആണ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് റിക്വയർഡ് ഫോർ പർച്ചേസിങ് the same kind of goods which are in stock on the date of balance sheet.
ഇറ്റ് ഈസ് ദ കോസ്റ്റ് റിക്വയർഡ് ഫോർ റീപ്ലേസിംഗ് ദ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ദ എമൗണ്ട് റിക്വയർഡ് ഫോർ പർച്ചേസിങ് ദ സെയിം കൈൻഡ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ആ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റിൻ്റെ അന്ന് സ്റ്റോക്കിലുള്ള ഒരു ഗുഡ്സ് നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് നമുക്ക് ആവശ്യമായിട്ട് വരുമോ അതിനെയാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ആ ഗുഡ്സിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. സെക്കൻഡ് മെത്തേഡാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. നെറ്റ് റിയലൈസബിൾ വാല്യൂ റെഫേഴ്സ് ടു the amount for which the stock of goods can be sold in the market as on the date of balance sheet. ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ആ ഗുഡ്സ് സെയിൽ ചെയ്യാൻ വരുന്ന എമൗണ്ട്, സെയിൽ ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ട്, അതിനെയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ സ്റ്റോക്കിലുള്ള ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്. To find out the net realizable value, selling expenses are deducted from the selling price. അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് എക്സ്പെൻസ് സെല്ലിംഗ് പ്രൈസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ട് മെത്തേഡാണ് നമുക്ക് മാർക്കറ്റ് വാല്യൂ അസെർട്ടൈൻ ചെയ്യാനായിട്ട് ഉള്ളത്. ഒന്ന് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും ഒന്ന് നെറ്റ് റിയലൈസബിൾ വാല്യൂ. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്ര എമൗണ്ട് വരുമോ അതിനെയാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ മാർക്കറ്റ് പ്രൈസ്. അതുപോലെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഡേറ്റിൽ നമ്മൾ ആ ഗുഡ്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന എമൗണ്ട്, അതാണ് നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂവിൽ പറയുക. അപ്പോൾ ഇത് നെറ്റ് റിയലൈസബിൾ വാല്യൂവിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് എക്സ്പെൻസും കൂടെ ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഡ്യൂട്ടി ഓഫ് എൻ ഓഡിറ്റർ ഇൻ കണക്ഷൻ വിത്ത് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ അക്കോർഡിംഗ് ടു കിങ്സ്റ്റൺ കോട്ടൺ മിൽസ് കമ്പനി ലിമിറ്റഡ് അങ്ങനെ ഒരു കേസാണത്. ആ ഒരു കേസിൽ ഇറ്റ് ഈസ് നോട്ട് ദ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ ടു ടേക്ക് സ്റ്റോക്ക്. അപ്പോൾ ഓഡിറ്ററുടെ ഡ്യൂട്ടി അല്ല സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. അതേസമയം ഇറ്റ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് അതിൽ കറക്റ്റായിട്ട് പറയുന്നതാണ് ഓഡിറ്റർ ഈസ് ബൗണ്ടഡ് ടു ടേക്ക് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ. ഓഡിറ്റർ സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ സമയത്ത് റീസണബിൾ ആയിട്ടുള്ള കെയറും സ്കില്ലും അവിടെ എക്സിബിറ്റ് ചെയ്യേണ്ടതാണ്. അവിടെ കമ്പനീസ് ആക്ടിൽ യാതൊരു പ്രൊവിഷനും പറയുന്നില്ല ഓഡിറ്റർ ഈ സ്റ്റോക്ക് ഫിസിക്കലി എക്സാമിൻ ചെയ്യണം എന്ന് പറയുന്ന യാതൊരു പ്രൊവിഷനും അതിലില്ല. പക്ഷേ അതേസമയം he has to give a certificate which implies that he has physically checked the stock. പക്ഷെ അതേസമയം ഫിസിക്കലി സ്റ്റോക്ക് ചെക്ക് ചെയ്തു എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം ബേസ്ഡ് ഓൺ ദ സർട്ടിഫിക്കറ്റ് ഫ്രം ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. മാനേജ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഫിസിക്കലി ചെക്ക് ചെയ്തു എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ബൗണ്ടഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടി ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് സ്റ്റോക്ക് ടേക്കിംഗ് ഫിസിക്കലി സ്റ്റോക്ക് ടേക്കിംഗ് ചെയ്യേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടി അല്ല. പക്ഷെ അതേസമയം ഫിസിക്കലി അത് എക്സാമിൻ ചെയ്തു എന്ന് പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. സെക്കൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത് വെരിഫൈയിങ് ദ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. Auditors should apply various tests to ensure that the stock in trade has been appropriately and correctly valued. അപ്പോൾ അവിടെ ഓഡിറ്റർ പലതരത്തിലുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. എന്തുറപ്പ് വരുത്താനായിട്ടാണ്? എല്ലാ സ്റ്റോക്ക് ഇൻ ട്രേഡും അപ്രോപ്രിയേറ്റ് ആയിട്ടും കറക്റ്റായിട്ടും വാല്യൂ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാനായിട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ 3 സജഷൻസ് ആണ് ഈ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റോക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറയുന്നത്. അത് അറ്റൻഡൻസ് ഓഫ് ദ ഓഡിറ്റർ അറ്റ് സ്റ്റോക്ക് ടേക്കിംഗ് 3 സജഷൻ പറയുന്നു. ഫസ്റ്റ് സജഷനായിട്ട് പറയുന്നത് സ്റ്റോക്ക് ടേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ അവിടെ അറ്റൻഡ് ചെയ്യുക. രണ്ടാമത് എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ് എക്സാമിൻ ചെയ്യുക.
തേർഡ് വൺ കൺഫർമേഷൻ ഫ്രം തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും കൺഫർമേഷൻ എടുക്കുക. ഈ 3 സജഷൻസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റോക്ക് ഉറപ്പുവരുത്താനായിട്ട് പറയുന്ന 3 സജഷൻസ്. അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്രകാരം സ്റ്റോക്ക് മസ്റ്റ് ബി വാല്യൂഡ്. എപ്പോഴും ബേസിക് പ്രിൻസിപ്പിൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എപ്പോഴും ലോവർ കോസ്റ്റ്, അതായത് കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ ഏതാണോ കുറവ് അതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ ചില ഇൻവെൻട്രീസ്, ദാറ്റ് മീൻസ് സ്പെയർ പാർട്സ്, മെയിൻ്റനൻസ്, സപ്ലൈസ്, ഇതൊക്കെ കോസ്റ്റിലും വാല്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഡ്യൂട്ടീസ് ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, വെരിഫൈങ് ദ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ദെൻ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. നെക്സ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കേസാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 1960 കമ്പനീസ് ആക്ടിൽ പ്രകാരം വർക്ക് ഇൻ പ്രോഗ്രസ് ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് വെരിഫൈ ചെയ്യുമ്പോഴും വാല്യൂ ചെയ്യുമ്പോഴും എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇഫ് ദ കമ്പനി ഹാസ് എ സെപ്പറേറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ കമ്പനിക്ക് സെപ്പറേറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഓഡിറ്റർ ആ റോ മെറ്റീരിയൽസ്, നമ്മൾ യൂസ് ചെയ്ത റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ മറ്റുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് വന്നിട്ടുള്ളതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ചെക്ക് ചെയ്യുക. The basis of valuation of work in progress for the current year, ഈ വർഷത്തെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യുവേഷന് എന്താണോ നമ്മൾ ബേസിസ് ആയിട്ട് എടുത്തത് അത് പ്രീവിയസ് ഇയറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ പറയുന്നത് എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ കോസ്റ്റ് ഇൻവോൾവ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വരുന്ന കോസ്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ദ വർക്ക് ഇൻ പ്രോഗ്രസ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിലാണ് അത് വാല്യൂ ചെയ്യുക. അതിൽ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും ഡയറക്റ്റ് വേജും ഡയറക്റ്റ് എക്സ്പെൻസും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ 1960 കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. സെപ്പറേറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ റോ മെറ്റീരിയൽ ഉപയോഗിച്ചതിൻ്റെയും ഡയറക്റ്റ് എക്സ്പെൻസ് വന്നതിൻ്റെയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുക. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യുവേഷൻ ബേസിസ് കറൻറ്റ് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും തമ്മിൽ കമ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി സൺട്രി ഡെറ്റേഴ്സ് ആണ്. The auditor should satisfy himself regarding the internal control system for credit sales. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അവിടുത്തെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഓക്കെ ആണോ അല്ലേ എന്നുള്ളതാണ്. അപ്പം കുറച്ച് ടെസ്റ്റ് ചെക്കുകൾ അവിടെ അപ്ലൈ ചെയ്യാറുണ്ട്. സെയിൽസ് ലെഡ്ജറൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ടാണ്. അതുപോലെ തന്നെ റിട്ടേൺസ് ഇൻവാർഡ്, അലവൻസ്, ഡിസ്കൗണ്ട് അലൗഡ്, ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും. അതൊക്കെ ഓതറൈസ്ഡ് ആണോ അക്കൗണ്ടഡ് ആണോ എന്നുള്ളതൊക്കെ അറിയാനായിട്ടാണ്. ആ ബാലൻസ്, ഇൻഡിവിജ്വൽ ഡെപ്റ്റേഴ്സിൻ്റെ ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യും. അതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയാനായിട്ട്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് ഇതിൻ്റെ ഓൾ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ടോട്ടലുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ എക്സാമിൻ ചെയ്യും. ദെൻ പിന്നെ പറയുന്നത് ബാഡ് ഡെപ്റ്റിനും ഡൗട്ട്ഫുൾ ഡെപ്റ്റിനും ഒക്കെ കറക്റ്റായിട്ട് പ്രൊവിഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ കാണിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ദെൻ ഡെപ്റ്റേഴ്സിൻ്റെ, ഇപ്പോൾ എന്തെങ്കിലും ഡെപ്റ്റേഴ്സിൻ്റെ കേസിൽ നിന്ന് കൺഫർമേഷൻ ആവശ്യമുള്ള കേസാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നുള്ള കൺഫർമേഷൻ എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് സൺട്രി ഡെപ്റ്റേഴ്സിൽ പറയുന്നത്. പിന്നെ ഈ സൺട്രി ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഡെപ്റ്റ്സ് കൺസിഡേർഡ് ഗുഡ് ആൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ കമ്പനി ഈസ് ഫുള്ളി സെക്യൂർഡ്.
അപ്പോൾ കമ്പനി ഫുള്ളി സെക്യൂർഡ് ആയിട്ടുള്ള ഡെപ്റ്റ്, അതുപോലെ തന്നെ ഡെപ്റ്റ് കൺസിഡേർഡ് ഗുഡ് ഫോർ വിച്ച് ദ കമ്പനി ഹോൾഡ്സ് നോ സെക്യൂരിറ്റി അതർ ദാൻ ഡെപ്റ്റേഴ്സ് പേഴ്സണൽ സെക്യൂരിറ്റി. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി മാത്രം കൺസിഡർ ചെയ്ത് മറ്റുള്ള സെക്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത ഡെപ്റ്റുകൾ ഉണ്ടായിരിക്കും. ഡെപ്റ്റ് കൺസിഡേർഡ് ഡൗട്ട്ഫുൾ ഓർ ബാഡ്, ഇനി തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് ആവുമോ എന്ന് സംശയമുള്ള ഡെപ്റ്റ്. ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പിന്നെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ പ്രൊവിഷൻ ലെസ് ചെയ്യാം. Debt due by directors or other officers of the company or any of them either severally or jointly with any other person, or debt due by firms or private companies respectively in which director is a partner or director or member are to be stated separately. അപ്പോൾ ഇനി ഡയറക്ടേഴ്സ് ഡ്യൂ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയിലെ ഏതെങ്കിലും ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ജോയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒക്കെ ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഡെപ്റ്റ്, ഫേംസിൻ്റെ, പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ അതിലത്തെ ഡയറക്ടർ പാർട്ട്ണറായിട്ടോ ഡയറക്ടറായിട്ടോ മെമ്പറായിട്ടോ ഒക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണമെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് ബിൽസ് റിസീവബിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത് ബിൽസ് റിസീവബിൾ ബുക്കാണ്. സർട്ടിഫൈഡ് ഷെഡ്യൂൾഡ് ബിൽസ് ഇൻ ഹാൻഡ് എക്സാമിൻ ചെയ്യും. അവിടെ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം, ബിൽസൊക്കെ പ്രോപ്പറായിട്ട് ഡ്രോ ചെയ്തിട്ടുണ്ടോ, അതിൽ ആക്സെപ്റ്റർ സൈൻ ചെയ്തിട്ടുണ്ടോ, ശരിയായ രീതിയിൽ അത് സ്റ്റാമ്പിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എക്സാമിൻ ചെയ്യും. പിന്നെ അവിടെ വെരിഫൈ ചെയ്യുന്നത് ബിൽസ് ഡിസ്കൗണ്ടഡ്, ബിൽസ് ഓണേഡ്, ബിൽസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്, ബിൽസ് എൻഡോഴ്സ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് ഡിസോണേഡ്. ഇതൊക്കെയാണ് ബിൽസ് റിസീവബിളിൻ്റെ കേസിൽ വെരിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ ക്ലയൻറ്റ് ഫേം ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും സബ്സിഡിയറീസിനോ ഒക്കെ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ ലോൺസ് ആൻഡ് അഡ്വാൻസിൽ വരുന്നത്. ഇതൊക്കെ സാധാരണ അൺസെക്യൂർഡ് ആയിരിക്കും, വിതിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ റീപേയ്മെൻറ്റ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ ഓഡിറ്റർ അവിടെ വെരിഫൈ ചെയ്യുന്നത് എത്ര എമൗണ്ട് ലോണാണ്, അഗ്രിമെൻറ്റിലെ ടേംസ് എന്തൊക്കെയാണ്, എമൗണ്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, റീപേയ്മെൻറ്റ് ടേംസ് എന്തൊക്കെയാണ്, ഇതൊക്കെ എക്സാമിൻ ചെയ്യും. ദെൻ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അതല്ലെങ്കിൽ അതിന് പറയുന്നതാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അത് ഷോർട്ട് പീരീഡിലേക്കുള്ളതാണ്. ഇത് റിയലൈസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ബിസിനസ്സിന് വേണ്ടി നമുക്ക് എപ്പോഴാണോ ക്യാഷ് ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്താണ് നമ്മളിത് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ദ സെയിം ലൈൻസ് ആസ് ഫോളോഡ് ഫോർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഡിവിഡൻറ്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡോ ഒക്കെ ബുക്സിൽ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി വാല്യൂഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണോ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് വാല്യൂ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മാർക്കറ്റ് പ്രൈസോ കോസ്റ്റ് പ്രൈസോ ഏതാണോ കുറവ് അതിൽ തന്നെയല്ലേ, അതുപോലെ തന്നെ അത് ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യേണ്ടതാണ്. പിന്നെ പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡിൽ പറയുന്നത്, ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ലിക്വിഡ് അസറ്റ് ആണ്. അത് പക്ഷേ ഏറ്റവും കൂടുതൽ മിസ്അപ്രോപ്രിയേഷൻ നടക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അവിടെ ഓഡിറ്റർ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഒക്കെ കറക്റ്റായിട്ട് എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യണില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ അവിടെ ക്യാഷ് ഇൻ ഓരോ വർഷത്തിൻ്റെ അവസാനത്തിലും ക്യാഷ് ഇൻ ഹാൻഡ് വെരിഫൈ ചെയ്യണം. അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. ദ ഓഡിറ്റർ വിസിറ്റ് ദ ബിസിനസ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിങ്ങിൽ ഓഡിറ്റർ ബിസിനസ് വിസിറ്റ് ചെയ്യുക, എന്നിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് കൗണ്ട് ചെയ്യുക. അത് നമ്മളുടെ ക്യാഷ് ബുക്കിലുള്ള ഫിഗറുമായിട്ട് അതിൽ കാണിക്കുന്ന ബാലൻസുമായിട്ട് കമ്പയർ ചെയ്യും. ഹി ഷുഡ് കൗണ്ട് ക്യാഷ് കൗണ്ട് ചെയ്യുക, അത് സ്റ്റാമ്പ് ചെയ്യുക. ആൻഡ് IOUs ഇൻ ഹാൻഡ്. IOUs എന്ന് പറയുന്നത് അതൊരു ഇൻഫോർമൽ ഡോക്യുമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഡെപ്റ്റിനെ അക്നോളജ് ചെയ്യുന്ന ഒരു ഇൻഫോർമൽ ഡോക്യുമെൻറ്റിനെയാണ് IOU എന്ന് പറയുന്നത്.
അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല. അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ടേംസോ ഇപ്പോൾ ടൈം ഓഫ് റീപേയ്മെൻറ്റ് എപ്പോഴാണെന്നുള്ളതൊന്നും അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതിനെയാണ് നമ്മൾ IOU. IOU മീൻസ് ഇൻഫോർമൽ ഡോക്യുമെൻറ്റ് അക്നോളജിങ് ദ ഡെപ്റ്റ്. മാത്രമല്ല ഈ IOUs ഒക്കെ നമ്മുടെ കയ്യിലുള്ള IOUs ഒക്കെ എക്സാമിൻ ചെയ്യും. ആ IOUs ജെനുവിൻ ആണോ എന്നുള്ളതും എക്സാമിൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്. ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിൽ ഓഡിറ്റർ ബിസിനസ് വിസിറ്റ് ചെയ്യും, ക്യാഷ് ഇൻ ഹാൻഡ് കൗണ്ട് ചെയ്യും, അത് നമ്മളുടെ ക്യാഷ് ബുക്കിലുള്ള ബാലൻസുമായിട്ട് കമ്പയർ ചെയ്യും. പിന്നെ ക്യാഷ് കൗണ്ട് ചെയ്യും, അത് അതിൻ്റെ സ്റ്റാമ്പ്സും IOUs ഒക്കെ അത് കൗണ്ട് ചെയ്യുക, IOUs ജെനുവിൻ ആണോ എന്നുള്ളത് നോക്കുക. ഇനി ഇപ്പോൾ ബിസിനസ് വിസിറ്റ് ചെയ്യാൻ ഓഡിറ്റർക്ക് പറ്റണില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ദെൻ കൗണ്ട് ദ ക്യാഷ് ഹിംസെൽഫ്. ഹി ഷുഡ് വിസിറ്റ് ദ ബിസിനസ് ഓൺ എ സബ്സീക്വൻറ്റ് ഡേ ആഫ്റ്റർ ദ ക്ലോസിംഗ് ഡേ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗ് ഡേറ്റിൽ വരാൻ പറ്റിയില്ല, ക്യാഷ് ഒന്നും കൗണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിൻ്റെ സബ്സീക്വൻറ്റ് ഡേ പിറ്റേ ദിവസം വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് അവിടെ ക്യാഷ് ബാലൻസ് വെരിഫൈ ചെയ്യുക, റെസിപ്റ്റും പേയ്മെൻറ്റ് ക്യാഷൊക്കെ വെരിഫൈ ചെയ്യുക. എന്നാണോ വിസിറ്റ് ചെയ്യുന്നത് അന്ന്. ദ ഓഡിറ്റർ ഷുഡ് ആസ്ക് ദ ക്ലയൻറ്റ് ടു ഡെപ്പോസിറ്റ് ദ ഓൾ ഓഫ് ദ ക്യാഷ് ഇൻ ഹാൻഡ്. പിന്നെ അവിടെ ഓഡിറ്റർ ക്ലയൻറ്റിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അയാളുടെ കയ്യിലുള്ള ക്യാഷൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്ലോസിംഗ് ഡേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറയും. then the auditor can easily verify it with the entries in cash book. അങ്ങനെ ആവുമ്പോൾ ക്യാഷ് ബുക്ക് പാസ്ബുക്ക് എൻട്രീസ് വെച്ചിട്ട് അത് വളരെ ഈസി ആയിട്ട് തന്നെ വെരിഫൈ ചെയ്യാനായിട്ട് ഓഡിറ്റർക്ക് സാധിക്കും. കൗണ്ടിങ് ക്യാഷ് ഇൻ ഹാൻഡ് ഈസ് നോട്ട് പോസിബിൾ ആണെങ്കിൽ, ഇപ്പോൾ കയ്യിലുള്ള ക്യാഷ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, പോസിബിൾ അല്ലെങ്കിൽ ഓഡിറ്റർക്ക് റെസ്പോൺസിബിൾ ഒഫീഷ്യൽ, ക്ലയൻറ്റിൻ്റെ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഓഡിറ്റർക്ക് കിട്ടിയിരിക്കണം. He may advise the client not to hold large cash balance. അവിടെ ഓഡിറ്റർ ക്ലയൻറ്റിനോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഒരുപാട് ക്യാഷ് ബാലൻസ് ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. അപ്പോൾ ഇവിടെ ഓഡിറ്റർ ബാങ്ക് പാസ്ബുക്കിലുള്ള കാണിക്കുന്ന ബാലൻസും അതുപോലെ തന്നെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിലുള്ള ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്യും. If there is any difference between the two, bank reconciliation statement പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുക. ഓഡിറ്റർക്ക് ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സിൻ്റെ കറൻറ്റ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ഇതൊക്കെ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് തന്നെ ഓഡിറ്റർക്ക് കിട്ടിയിരിക്കണം. ഹി ഷുഡ് ഓൾസോ വെരിഫൈ ദ ബാലൻസ് ഓഫ് ദീസ് അക്കൗണ്ട്സ്. ഈ അക്കൗണ്ട്സിൻ്റെ ഒക്കെ ബാലൻസ് വെരിഫൈ ചെയ്യും. എന്നിട്ട് അത് ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളവുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഒരു ബാങ്കിൽ വെൻ ദർ ആർ അക്കൗണ്ട്സ് വിത്ത് മോർ ദാൻ വൺ ബാങ്ക്, ഒരു ബാങ്കിനെക്കാട്ടിലും കൂടുതൽ ബാങ്കിൽ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ ഓഡിറ്റർക്ക് അത് ഇൻഡിവിജ്വലി ഓരോ ബാങ്കിൻ്റെയും അക്കൗണ്ട്സ് ഇൻഡിവിജ്വലി വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ചില കേസിൽ ഫിക്റ്റീഷ്യസ് ബാങ്ക് പാസ്ബുക്കൊക്കെ ഓഡിറ്റർക്ക് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സസ്പീഷ്യസ് സിറ്റുവേഷൻസ് ആണെങ്കിൽ ഓഡിറ്റർക്ക് ബാങ്കിൽ നിന്ന് ഓഡിറ്റർ ഡയറക്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ലെഡ്ജർ ഓഡിറ്റർ തന്നെ ഹിംസെൽഫ് വെരിഫൈ ചെയ്യാറുണ്ട്. ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ ചെക്സ് ഡെപ്പോസിറ്റഡ് ബൈ ദ ക്ലയൻറ്റ്. ഓഡിറ്റർ പിന്നെ വെരിഫൈ ചെയ്യുന്നത് ക്ലയൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ചെക്ക്, പക്ഷെ അതേസമയം ബാങ്ക് അത് കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. സോ അപ്പോൾ അത് ക്യാഷ് ബുക്കിൽ നിന്ന് ആ റെക്കോർഡ്സൊക്കെ വെരിഫൈ ചെയ്യും. എമൗണ്ട് ഈസ് സബ്സീക്വൻ്റ്ലി ക്രെഡിറ്റഡ് ടു ദ ക്ലയൻറ്റ്സ് അക്കൗണ്ട് വിതിൻ അപ്രോപ്രിയേറ്റ് പീരീഡ്. അത് കറക്റ്റ് ടൈമിൽ തന്നെ അത് ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ളതും വെരിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെക്ക് ചെയ്യുന്നതാണ് ക്ലയൻറ്റ് ഇഷ്യൂ ചെയ്ത ചെക്ക്, അതേസമയം പേയ്മെൻറ്റിന് അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നത് ലോൺസ് ആണ്. ലോൺസിൻ്റെ കേസിൽ പറയുന്നത് ലോൺസ് വെരിഫൈ ചെയ്യുന്നത് അതിൻ്റെ ലോൺ അഗ്രിമെൻറ്റ്സും അതുപോലെ തന്നെ കൺസേൺഡ് പാർട്ടീസിൽ നിന്നുള്ള അക്നോളജ്മെൻറ്റും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ലോൺസ് അഡ്വാൻസ് ചെയ്യുമ്പോൾ അത് അഡ്വാൻസ് ചെയ്യുന്നത് പലതരത്തിലാണ്. ഒന്ന് അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി. ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി
സെക്യൂരിറ്റി ആയിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ കൊടുക്കാറുണ്ട്. അതുപോലെ സ്റ്റോക്കും ഷെയർസും ഒക്കെ സെക്യൂരിറ്റി ആയിട്ടുള്ള ലോൺ കൊടുക്കാറുണ്ട്. ബോറോവറുടെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ പറയുന്നത് ഇൻഷുറൻസ് പോളിസി സെക്യൂരിറ്റി ആയിക്കൊണ്ട് ലോൺസ് കൊടുക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ലോൺ എഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി. ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിക്കൊണ്ട് നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ അവിടെ ഓഡിറ്റർ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ദ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ പവേഴ്സ് ഓഫ് ദ പേഴ്സൺ ടു ഗ്രാൻറ്റ് ലോൺ. ലോൺ അനുവദിക്കുന്ന ആളുടെ പവറാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ അവിടെ ചെക്ക് ചെയ്യുന്നത് മെമ്മോറാൻഡം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. അതായത് ആ കമ്പനിക്ക് ലോൺസ് ഗ്രാൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. The auditor should inspect the minutes of the board meeting which decide to grant loans. പിന്നെ ചെക്ക് ചെയ്യുന്നത് ഏത് മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ലോൺസ് ഒക്കെ കൊടുക്കാനായിട്ട് അവർ ഡിസിഷൻസ് എടുത്തത്. അപ്പോൾ അതിൻ്റെ മിനിറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യും. The auditor should check the application for loan and acknowledgement for the amount advanced. പിന്നെ ചെക്ക് ചെയ്യുന്നത് ലോണിൻ്റെ അപ്ലിക്കേഷൻ ഫോം ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ എമൗണ്ട് അഡ്വാൻസ് ചെയ്തതിൻ്റെ അക്നോളജ്മെൻറ്റും. He should verify the mortgage deed. പിന്നെ വെരിഫൈ ചെയ്യുന്നത് മോർട്ട്ഗേജ് ഡീഡ്, അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ വാല്യൂ, ദെൻ അതിൻ്റെ സെക്യൂരിറ്റിയുടെ മാർജിൻ, ഇത്രയും കാര്യങ്ങൾ വെരിഫൈ ചെയ്യും. He should examine the title deeds of the property. പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ്, അതിൻ്റെ ടൈറ്റിൽ ഡീഡ്സ് എക്സാമിൻ ചെയ്യും. പിന്നെ പറയുന്നത് എത്ര എമൗണ്ട് ഓഫ് ലോൺ ആണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, പീരീഡ് ഓഫ് ലോൺ എത്രയാണ്, ഇൻട്രസ്റ്റ് കിട്ടുന്ന ഡേറ്റ് ഏതൊക്കെയാണ്, ഇതൊക്കെ എക്സാമിൻ ചെയ്യും. He should verify whether the loan is outstanding for a longer period. പിന്നെ വെരിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് കുറേ കാലത്തേക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഈ ലോൺ നിൽക്കുന്നുണ്ടോ. അത് സപ്പോസ് അതിൻ്റെ റിക്കവറി ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ആക്ഷൻസ് ഒക്കെ ആണ്, അതായത് ആ എമൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് എന്ത് ആക്ഷനാണ് എടുത്തിട്ടുള്ളത്, എന്തെങ്കിലും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും. പിന്നെ പറയുന്നത് ഹി ഷുഡ് അസർട്ടൈൻ ദാറ്റ് ദ മോർട്ട്ഗേജ് ഡീഡ് ഈസ് രജിസ്റ്റേർഡ്. പിന്നെ അസർട്ടൈൻ ചെയ്യുന്നൊരു കാര്യം മോർട്ട്ഗേജ് ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എക്സാമിൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കേസ് ലോൺ എഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയി വാങ്ങിക്കൊണ്ട് ലോൺ കൊടുക്കുമ്പോൾ ഓഡിറ്റർ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. ആദ്യം പറഞ്ഞത് ലോൺ കൊടുക്കുന്ന ആൾക്ക് അതിനുള്ള പവർ ഉണ്ടോ. സപ്പോസ് അതൊരു കമ്പനി ആണെങ്കിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും മെമ്മോറൻഡത്തിലും അത് പറയുന്നുണ്ടോ. പിന്നെ പറയുന്നത് ഏത് ബോർഡ് മീറ്റിങ്ങിൽ വെച്ചിട്ടാണോ ലോൺ കൊടുക്കാനുള്ള ഡിസിഷൻ എടുത്തത് അതിൻ്റെ മിനിറ്റ്സ് എക്സാമിൻ ചെയ്യും. പിന്നെ പറയുന്നത് അപ്ലിക്കേഷൻ ലോണും അക്നോളജ്മെൻറ്റും ചെക്ക് ചെയ്യുക, മോർട്ട്ഗേജ് ഡീഡ് വെരിഫൈ ചെയ്യുക, വാല്യൂ ഓഫ് പ്രോപ്പർട്ടി, അതുപോലെ സെക്യൂരിറ്റി മാർജിനൊക്കെ. പിന്നെ പറയുന്നത് പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഡീഡ്സ് എക്സാമിൻ ചെയ്യണം. എത്ര എമൗണ്ട് ലോൺ കൊടുത്തു, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, പീരീഡ് ഓഫ് ലോൺ എത്രയാണ്, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന ഡേറ്റ്. പിന്നെ പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് നിൽക്കുന്നുണ്ടോ, അതിൻ്റെ റിക്കവറി ബുദ്ധിമുട്ടാണെങ്കിൽ അത് റിക്കവർ ചെയ്യാനായിട്ട് എന്ത് ആക്ഷൻസ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്, അതിനെന്തെങ്കിലും പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് മോർട്ട്ഗേജ് ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അതിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനൊക്കെ എക്സാമിൻ ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോൺസ് എഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ്. സ്റ്റോക്കും ഷെയറും സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന ലോൺസിൻ്റെ കേസാണ്. ഇവിടെ ഓഡിറ്റർ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഹി ഷുഡ് ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ് വിച്ച് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ഇൻ ഫേവർ ഓഫ് ഹിസ് ക്ലയൻറ്റ് ഓർ നോട്ട്. ഇനി ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ പേരിൽ ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും സ്റ്റോക്കോ ഷെയർസോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ്. ദെൻ നെക്സ്റ്റ് എക്സാമിൻ ചെയ്യുന്നത് വെദർ ദീസ് ഷെയർസ് ആർ ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ ഷെയർസൊക്കെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണോ, അത് ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണോ എന്നുള്ളതൊക്കെ എക്സാമിൻ ചെയ്യും. അടുത്തത് പറയുന്നത് ഈ ഷെയറിൻ്റെയും സ്റ്റോക്കിൻ്റെയും ഒക്കെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ലോണും അതിൻ്റെ മാർജിനൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ ദ എമൗണ്ട് ഓഫ് ലോൺ അഡ്വാൻസ് മസ്റ്റ് ബി കൺഫേംഡ് ഫ്രം ദ ബോറോവേഴ്സിൽ നിന്നും അതിൻ്റെ കൺഫർമേഷൻ എടുക്കും ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആകുമ്പോഴേക്കും.
അപ്പോൾ ഇത്രയാണ് സ്റ്റോക്കും ഷെയറും സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന ലോണിൻ്റെ കേസിൽ പറയുന്നത്. അപ്പോൾ ക്ലയൻറ്റിന് ഫേവറായിട്ട് എന്തെങ്കിലും സ്റ്റോക്കോ ഷെയർസോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇതൊക്കെ ഈ ഷെയർസൊക്കെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇത് ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ, ഷെയറിൻ്റെയും സ്റ്റോക്കിൻ്റെയും വാല്യൂ, എത്ര എമൗണ്ട് ഓഫ് ലോൺ ആണ്, അതിൻ്റെ മാർജിൻ എത്രയാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് ബോറോവേഴ്സിൻ്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് ചെയ്ത ഇതിൻ്റെ കൺഫർമേഷൻ. ഇനി തേർഡ് വൺ പറയുന്നത് ലോൺസ് എഗെയിൻസ്റ്റ് ദ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫ് ദി ബോറോവർ ആണ്. അപ്പോൾ ഇതിൽ ഓഡിറ്റർ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം, ദ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ എമൗണ്ട് ഓഫ് ലോൺ, ദ റിട്ടേൺ ഗ്യാരണ്ടി ഓഫ് ദ ബോറോവർ. ഇവിടെ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എത്ര എമൗണ്ട് ആണ് ലോൺ, അതുപോലെ തന്നെ ബോറോവറുടെ റിട്ടേൺ ഗ്യാരണ്ടി, അയാളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതുപോലെ തന്നെ അയാൾക്ക് ഷുവർട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ ഷുവർട്ടിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഗ്യാരണ്ടിയിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതൊക്കെയാണ്. നെക്സ്റ്റ് പറയുന്നത് ലോൺസ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ഇൻഷുറൻസ് പോളിസി. ഇൻഷുറൻസ് പോളിസി സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് അവിടെ ഇൻഷുറൻസ് പോളിസി ആക്റ്റീവ് ആണോ എന്നുള്ളത് എക്സാമിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പ്രീമിയം റെസിപ്റ്റ് വെച്ചിട്ടാണ് അത് ആക്റ്റീവ് ആണോ എന്നുള്ളത് നോക്കുക. പിന്നെ അസർട്ടൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പോളിസിയുടെ സറണ്ടർ വാല്യൂ. ദെൻ എമൗണ്ട് ഓഫ് ലോൺ സറണ്ടർ വാല്യൂവിനെക്കാട്ടിലും കുറവാണോ എന്നുള്ളത് നോക്കും. അതുപോലെ തന്നെ he should also make sure that necessary steps have been taken for the assignment of policy in the name of lender. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് പോളിസി ലെൻഡറിൻ്റെ പേരിലേക്ക് അസൈൻ ചെയ്യാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ലോൺസിൻ്റെ കേസിൽ 4 തരത്തിലുള്ള കേസാണ് പറഞ്ഞത്. ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിക്കൊണ്ട്, സ്റ്റോക്സ് ആൻഡ് ഷെയർസ് സെക്യൂരിറ്റി ആയിക്കൊണ്ട്, പിന്നെ നമ്മൾ പറഞ്ഞത് ബോറോവറുടെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ, പിന്നെ ലാസ്റ്റ് വൺ ഇൻഷുറൻസ് പോളിസിയിൽ സെക്യൂരിറ്റി ആയിക്കൊണ്ട്. ഇത്രയും കേസുകളാണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നന്നായി വായിച്ചു നോക്കുക, നന്നായി പഠിക്കുക. ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.